ബില്ലാഹിർമാൻ ഇതാ അതിൽ കിട്ടാൻ പോണി ചിക്കന്. ആ ഓക്കെ. അപ്പോൾ ഒരു ചിക്കൻ 8 പീസാക്കിയതാണ് കേട്ടോ, ഒരു ചിക്കൻ വാങ്ങിയിട്ട്. ഓക്കെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീട്ടിൽ ചില സന്ദർഭങ്ങളിൽ ഫുഡിൻ്റെ പ്രോബ്ലംസ് വരും. അതായത് നമ്മുടെ വൈഫ് എന്തെങ്കിലും തിരക്കിലാണ്, അല്ലെങ്കിൽ ഉമ്മ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് അറബിക് ഫുഡ്, അതായത് നമുക്ക് മസ്ബൂസ് ഉണ്ടാക്കാൻ കഴിയും. അതിന് വലിയൊരു സംഭവമായിട്ട് കാണേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ആണുങ്ങൾക്ക് വരെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ മസ്ബൂസ് ഉണ്ടാക്കാൻ കഴിയും. അത് എങ്ങനെയാണ് ഇത്ര ഈസിയായി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ പോവുകയാണ്. അതായത് ഞാൻ മുമ്പൊക്കെ അറബിക് ഫുഡിൻ്റെ കുക്കിംഗ് ഫീൽഡിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, മസ്കറ്റിൽ കാറ്ററിങ്ങിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് കുറേ സമയങ്ങളായിട്ട്, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ആ ഫീൽഡിനൊന്നും ഇല്ല. എങ്കിലും കൂടിയിട്ട് ഇന്ന് മാളും ഒരുപാട് ബിസിയാണ് ആള്. എന്താ വെച്ചാൽ സ്കൂൾ യൂണിഫോം എല്ലാം സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട്, തയ്യൽ ചെയ്യാനുള്ളത് കൊണ്ട് ആൾ തിരക്കിലാണ്. ഇന്നത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോക്കാണ് പോകുന്നത്. പിന്നെ പകലെന്ന് വെച്ചാൽ പൊതുവെ കുട്ടികളെല്ലാം സ്കൂളിൽ പോയതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ട് കഴിച്ചു. പക്ഷേ വെള്ളിയാഴ്ച പൊതുവെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലി ഫുഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് ഇന്ന് ഉണ്ടാക്കാത്തതുകൊണ്ട് രാത്രിയൊക്കെ ഒരു ഫുഡ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ മസ്ബൂസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും മാള് ബിസി ആയതുകൊണ്ട് എനിക്ക് അറിയുന്നത് പോലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ രീതികൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒമാൻ്റെ എല്ലാം അറബിക് ഫുഡിൽ ജോലി ചെയ്ത ആളാണ്, സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഏതായാലും ഞാൻ അറബിക് ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ ഒരു രീതി എങ്ങനെയാണ് നിങ്ങളൊന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, ഇന്ന് അറബിക് ഫുഡ് അല്ലെങ്കിൽ മസ്ബൂസ് എന്ന് പറഞ്ഞ വലിയൊരു സംഭവം എന്നല്ല എല്ലാവരും ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ രീതി എത്രയാണ് വളരെ ഈസിയായി എത്ര പെട്ടെന്നാണ് നമുക്ക് ചിക്കൻ മസ്ബൂസ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കാണണ്ടേ? അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ചിക്കൻ മസ്ബൂസ് എങ്ങനെ ഉണ്ടാക്കുകയുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. വരി. അപ്പോൾ നമ്മൾ ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 കപ്പ് ബസ്മതി അരി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർന്നിരുന്നാൽ വളരെ നന്നാവും, കുറച്ച് ഈസി ആയിരിക്കും പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഒരു വലിയ ചെമ്പനെ വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ അതിലും ചെറിയ ചെമ്പ് ഇവിടെ ഉള്ളത് കുറവാണ് അതിൻ്റെ വലിപ്പം. ഇത് കുറച്ച് ഏറിയിട്ടും പോയി, അതായത് ഈ ചെമ്പ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം എനിക്കൊരു 2-3 സ്പൂണിൻ്റെ അളവിൽ കുറച്ച് നെയ്യാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനു വേണ്ടി വാങ്ങിയിട്ടുള്ളത് കണ്ടില്ല, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാ ചെമ്പ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ലേശം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ സൺഫ്ലവർ ഓയിലാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു 1/2 കപ്പോളം ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വന്നിട്ടാണ്. ഓക്കെ, അതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഇതാ ഓയിൽ അതുപോലെ തന്നെ നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന മസാല ഡ്രൈ മസാല. ഈ ഡ്രൈ മസാല എന്ന് വെച്ചാൽ ഇത് അറബിക് മസാലയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അറബിക് മസാല എന്ന് പറയുമ്പോൾ ഈ നമ്മളെ സ്റ്റിക്ക്, അതുപോലെ തന്നെ ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പൂവ്, അതുപോലെ ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയില്ല, ചെറിയ ജീരകം, അതുപോലെ തന്നെ കുരുമുളക്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഡ്രൈ ലെമണും കൂടി ആവശ്യമാണ്. ഇപ്പം നമുക്കായതുകൊണ്ട് ഡ്രൈ ലെമൺ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ ഡ്രൈ മസാല എല്ലാം കൂടെ ആക്കി ഇടാൻ പോകട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഡ്രൈ മസാല ഇതിൽ ഇട്ടിട്ടുണ്ട്, ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഏകദേശം ഇതൊരു 5 ഒണിയ ഉണ്ടാവും, 5 ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഏതായാലും ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ട് ഇളക്കി വെച്ചിട്ട് ഇതൊന്ന് വേവട്ടെ. അതുപോലെ തന്നെ നമുക്കിതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളി ഏകദേശം നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഉള്ളി. ഇത് കൂടുതൽ ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്രൗൺ കളറായി ഉള്ളി ആയതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങോട്ട് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം പാകം തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത്
ജിഞ്ചർ ഗാർലിക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയതാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഈ എണ്ണയിൽ കിടന്നിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഓയിൽ കിടന്ന് വാടിക്കോട്ടെ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നും ആയിട്ടില്ലെങ്കിലും കൂടിയിട്ട് ആ ഉള്ളിയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ കൂടി കിടന്നിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 5 ഉള്ളിയാണ്, വലിയ ഉള്ളി 5 പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിന് അതുപോലെ തന്നെ ടൊമാറ്റോ ഒരു 3 പീസ് വലിയത് ഇവിടെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് മിക്സിയിൽ തന്നെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് 3 ടൊമാറ്റോ. അപ്പോൾ ഇതെല്ലാം ഏകദേശം നല്ല ബ്രൗൺ കളർ നല്ല പരുവത്തിലായിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇനി ഈ ജ്യൂസ് ഈ ടൊമാറ്റോ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാൻ പോകണേ. ടൊമാറ്റോ ജ്യൂസ് എന്ന് വെച്ചാൽ ഞാൻ സ്കിന്നെടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിൽ ജസ്റ്റ് ജ്യൂസ് അടിച്ചിട്ടാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്. ടൊമാറ്റോ ജ്യൂസ് അടിച്ചതിൽ കുറച്ച് അത് വാഷ് ചെയ്തിട്ട് ആ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ, ഇത് നല്ല പാകത്തിലാവട്ടെ. ഒരു പാകത്തിന് ഇപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് ഉപ്പ് ഇതിലായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഒന്ന് നോക്കട്ടെ. അപ്പം നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ, നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ഇപ്പോൾ ഇതിലാകെ ഉള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രൈ മസാല, അറബിക് മസാല, അതുപോലെ തന്നെ ഈ ടൊമാറ്റോ ജ്യൂസ്, ഓണിയൻ, ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് മസാല ഇടാൻ പോകണേ. ഇതിൽ നമ്മൾ ഇടാൻ പോകുന്ന മസാല മല്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ ഇതാ ഒരു 2 ഇതുപോലെ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വീട്ടിലിത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 1/2 ടീസ്പൂൺ സാജീരകം ഇടുന്നുണ്ട്. സാജീരകം ഒരു 1/2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലാക്ക് പേപ്പറിൻ്റെ പൗഡറാണ് ഇടുന്നത്. ശരിക്കും വൈറ്റ് പേപ്പറാണ് ഇതിക്ക് വേണ്ടത്. അറബിക്കായിട്ട് ഉപയോഗിക്കൽ വൈറ്റ് പേപ്പറാണ്, പക്ഷേ ഇത് ബ്ലാക്ക് പേപ്പറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ ഇതായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മിനിറ്റ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു പരുവത്തിലാക്കിയിട്ട്, അതായത് നല്ലൊരു മസാല ഒന്ന് പരുവത്തിലായതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും ഇതിൽ യൂസ് ചെയ്യേണ്ടത് ഡ്രൈ ലെമൺ ആണ്. പക്ഷെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഡ്രൈ ലെമൺ അത്ര പോരാന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് വേറെ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ സാധാ ലെമണില്ലേ അതിൻ്റെ സ്കിന്നെടുത്തതാണ്, ഇതണ്ടില്ലേ ഗ്രൈൻഡ് ചെയ്തെടുത്താണ് ഈ സ്കിന്നെടുത്ത ഈ നാരങ്ങൻ്റെ ഇതിലിടാൻ പോകട്ടാ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു പരുവത്തിലായിക്കോട്ടെ. അപ്പോൾ ഏകദേശം 1 കിലോനോളം ഉണ്ടാവും ഈ ബസ്മതി റൈസ്. അപ്പോൾ അതിക്ക് നമ്മൾ ഏകദേശം 1 കിലോ ചിക്കൻ, ഒരു ഫുൾ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. 1x8 പീസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ ഈ പരുവത്തിൽ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല എല്ലിൻ്റെ അതേ വരെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. നേരത്തെ പറഞ്ഞില്ല, ചില ചിക്കനൊക്കെ കാണാൻ ചിലരോട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ബ്ലഡ് കാണുന്നുണ്ടാവും, അതൊക്കെ ഒഴിവായി കിട്ടും. ഇതുപോലെ ആഴം വരെ ശരിക്കും ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മസാല എന്തായി നോക്കട്ടെ കേട്ടോ. മസാല നല്ല പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ചിക്കൻ ഇതിക്ക് നേരെ ഇടാൻ പോവാണ്. നല്ല മണല്ലേ? ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലേക്ക് ഇട്ടാൻ പോവാണ് ഈ ചിക്കന്. ഓക്കെ, അപ്പോൾ ഒരു ചിക്കൻ 8 പീസാക്കിയതാണ് കേട്ടോ, ഒരു ചിക്കൻ വാങ്ങിയിട്ട്. ഓക്കെ, ഇനി ഈ ചിക്കൻ ജസ്റ്റ് ഇത് ഇട്ടിട്ട് നമുക്ക് ലേശം ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ള കളർ കാണുന്ന ചിക്കന് ശരിക്കും ഒരു ചുവന്ന രീതിയിലായി വരും. ഏകദേശം ഇതിൻ്റെ ബ്രൗൺ കളറായി വരും ചിക്കൻ. അപ്പോഴാണ് ഏകദേശം വേവ് വരിക.
അപ്പോൾ ഇത് ശരിക്കും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കട്ടെ എന്താവുന്നത്. അപ്പോൾ ഏതായാലും ചിക്കൻ വെന്തിക്കണമെന്ന് തോന്നുന്നു. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വെന്തിൻ്റെ, അല്ല പൊന്നോ, വെന്തിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ തുറന്ന് നോക്കുക കേട്ടോ. ഭാര്യ ഗർഭിണിയായി, ഭാര്യ ലീവിന് പോയതാണ് മക്കളെ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ, ആള് അടിക്കാണ്ട് അതിൻ്റെ തിരക്കിലാന്ന് പറഞ്ഞിട്ടുണ്ട്. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. ക്യാമറ കാണിച്ചാൽ നോക്കട്ടെ. ഇത് കണ്ടെങ്കിൽ നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട്. ഈ മണം മതി, വയറ് നിറയും കേട്ടോ. അപ്പം നമ്മൾ ഏതായാലും ഇത് ഓഫാക്കുകയാണ്, തീ ഓഫാക്കിയിട്ടുണ്ട്. ഈ ചിക്കനെല്ലാം ഇതിലേക്ക് മാറ്റാൻ പോകട്ടോ. ഒരു മിനിറ്റ് ഞാൻ കോരി എടുത്തട്ടെ. അപ്പം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ചിക്കൻ്റെ പീസൊക്കെ ഇത് മാറ്റാൻ പോവാണ്. ചിക്കൻ ഇതിന് കുറഞ്ഞിങ്ങനല്ലോ, പൊന്നും അടിച്ച് മാറ്റിന്നാ. ഇത് കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ അല്ലെങ്കിൽ അടിച്ച് മാറ്റൂലേ. അപ്പം ചിക്കൻ മൊത്തത്തിൽ ഇതങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിലിട്ടത് 3 കപ്പ്, ഞങ്ങൾ മലപ്പുറത്ത് പറയും 3 നായി എന്ന് പറയും. അതെ, അപ്പം 3 കപ്പ് പിന്നെ ബസ്മതി റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നേരത്തെ പറഞ്ഞതിൻ്റെ ഉള്ളി തക്കാളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഇതിക്ക് 6 കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. 3 കപ്പിന് ഒരു 5 കപ്പായാലും മതി അല്ലേ. പുതിർന്ന അരിയാണ്. അപ്പോൾ ഒരു 5 കപ്പ്. അപ്പോൾ 4 കപ്പ്. വേറൊരു വിഷയം കൂടി നോക്കാണ്ട്, ഈ മസാലയും കൂടി കൂട്ടിയിട്ടാണ് അത് ആവശ്യമുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അളക്കുന്നില്ല, അങ്ങനെയാണ് എൻ്റെ കണക്ക്. പക്ഷെ ഞാൻ അളക്കാതെ തന്നെ ഇവിടെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. 1 2 3 4. ഓക്കെ, അതേ ആവശ്യമുള്ളൂ. അപ്പോൾ ഏതായാലും ഇത് അളക്കുന്നൊന്നുമില്ല, ഇത് ഏകദേശം എൻ്റെ ഒരു കണക്ക് പറയാണ്ട് ചെയ്താട്ടാണ്. അപ്പോൾ ഒന്നും കൂടി തീ കത്തിക്കാം. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മളെന്ത് ചെയ്യണം എന്നറിയാം. നമ്മൾ ചിക്കൻ ഇടുമ്പോൾ ചിക്കൻ്റെ മേലെ ഉപ്പ് ഒരു സുമാർ ഉപ്പിടാൻ പാടുള്ളൂ. കൂടുതൽ ഉപ്പായി പോയാൽ ചിക്കനുമ്പോൾ കൂടുതൽ പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ചിക്കൻ മാറ്റിയതിന് ശേഷം ഇതിൽ വെള്ളം ഒഴിച്ചതില്ല, അതിന് കുറവുള്ള ഉപ്പ് നമ്മൾ ഒന്നാമത് വീണ്ടും ഇടണം. അപ്പോൾ വീണ്ടും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി ഉപ്പൊക്കെ പരുവാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇതാ എത്തണില്ല. നൂലുണ്ടോ ഞാൻ അപ്പോൾ ഉപ്പ് ഏകദേശം പരുവത്തിലായി എന്നൊക്കെ തോന്നുന്നത്. ഇനി ഉപ്പ് കൂടെ കുറേ ചെയ്താൽ ഇവർ ഇന്നെല്ലാവരും കൂട്ടി വളയരുത് കേട്ടാ. അയ്യോ ഓക്കെ, ചെറിയ കൂടുതലുണ്ടാവും. അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ കേട്ടോ. തിളച്ച നമുക്ക് നേരെ നല്ല പുതിർന്ന റൈസ് ഉണ്ട്, അത് നേരെ തട്ടാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഫ്രീ ആണല്ലോ, ഇത് വേവുന്ന വരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ വെള്ളം ഇങ്ങോട്ട് മാറ്റിയിട്ട്, നമ്മളെയൊക്കെ നല്ല ഐറ്റം ചട്ടികളും കാര്യങ്ങളൊന്നും ഇല്ലട്ടോ മക്കളെ. അപ്പോൾ ദാ ഈ ഫ്രൈ പാൻ ഇതവിടെ വെക്കാൻ പോവാണ്. ഇത് നിർബന്ധമില്ല, അതെ ജസ്റ്റ് ഒന്ന് ചെറിയ അതിൽ 2-3 ട്രിപ്പ് വെക്കണ്ടേ, ഇതിൽ ഒറ്റ ട്രിപ്പ് കഴിയും. അപ്പം നല്ല ചട്ടി ഉണ്ട്, അതന്നെ വെക്കാൻ പോവാണ്. പിടിക്കൂല. വാങ്ങാൻ പോണ്ട. വെരി ഗുഡ്. അപ്പോൾ ഇതൊന്ന് വെള്ളം കണ്ട് ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ഇതേപോലെ ഓയിൽ കുറച്ച് ഓയിലായി ഒഴിക്കട്ടെ. ഒരു വെള്ളമുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാം, കാണില്ലേ. അപ്പോൾ ഈ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ കൂടുതലൊന്നും വേണ്ട, വെന്ത ചിക്കനാണ്, ജസ്റ്റ് ഒന്ന് കളറ് വരുത്താനാണ് കേട്ടോ, കൂടുതൽ ആവശ്യമില്ല.
അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. അയ്യോ, അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിക്ക് നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച ആ ബസ്മതി റൈസ് ഇതിക്ക് ഇടാൻ പോവുകയാണ്. ഓക്കെ, ഒരു മണി പോലും പുറത്ത് പോയിരുന്നാണ്. ഒരു മണി പുറത്ത് പോയാൽ അതായിരിക്കും ഇതിൻ്റെ ബർക്കത്ത് എന്നാണ് നമ്മളെ പൂർവികരൊക്കെ പറയുന്നത്, നമ്മളെ വല്യന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഒന്ന് ഇളക്കിയിട്ട് നല്ലൊരു മട്ടത്തിലായിട്ട്, അപ്പോൾ എണ്ണ ഇവിടെ ചിക്കൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ അതിക്ക് ജസ്റ്റ് വെക്കട്ടാ. ഇത് വെന്തതാണ്. ഒന്ന് ഒരു ചൊറുക്കിനെന്നൊക്കെ പറയില്ലേ, ഒരു ചൊറുക്കിനാണ്. അല്ല, ചൊറുക്ക് കാണാൻ അഴകേ എന്ന് പറയുക. ചെറിയ പീസുകളുണ്ട് ഇത്. എന്താ കള്ളര പണി? അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഒരു സൈഡ് ഇട്ടാ. ചട്ടിയുടെ പാത്രത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കറക്റ്റ് കാണാത്തത്. അതെ, ഓക്കെ. അപ്പോൾ ഇതൊന്ന് ഈ സൈഡും കൂടി ഒന്ന് കളറായാൽ നമുക്ക് ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് തോന്നുന്നു. ഒരു ഹാഫ് വേവായി കാണും. തുറന്നു നോക്കട്ടാ. ആ വെള്ളമൊക്കെ ഏകദേശം ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കട്ടാ. നല്ല സ്ലോ ഫയറിൽ വെക്കണം, നമ്മൾ ഓവർ ചൂടിൽ വെക്കാൻ പാടില്ല. പിന്നെ നമ്മളെ അടുപ്പ് പൊതുവേ വലിയ ഓവർ സ്ട്രോങ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വല്ലാതെ കുറച്ചിട്ടില്ല. ഒന്നുകൂടി മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റിൽ റൈസ് റെഡി ആയിരിക്കും. കാണാം. അപ്പോൾ ആയിന്ന തോണ്ട് നോക്കട്ടെ കേട്ടോ. ഏകദേശം ആയ കോലാണ്. ആ, എന്താണ് ആവി കണ്ടില്ല നിങ്ങൾ? അത് കാണിച്ചു കൊടുത്താ. അപ്പം നല്ല പക്കായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ വിളമ്പാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പോകട്ടാ. കളറൊക്കെ കണ്ടില്ല. ഇതിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കളറുകൾ ഫുഡ് കളർ പോലും ഉപയോഗിച്ചിട്ടില്ല. നല്ല ഭംഗിയുള്ള കളറായി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി വിളമ്പാൻ പോകണം ഞങ്ങളുടെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വിളമ്പുക, കഴിക്കുക. ഓക്കെ, അല്ല പ്ലേറ്റ് എടുക്കണതാ. അപ്പോൾ വിളമ്പുക. അപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് പറഞ്ഞ മാതിരി പൊളിക്കുക പൊളിച്ചടയ്ക്കുക. ഈ കുട്ടിയല്ലേ, ഇവിടുത്തെ പെൺകുട്ടിയല്ലേ? ഇന്നത്തെ ഒരു സ്പെഷ്യൽ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ അറബിക് സ്റ്റൈലാണ് ഫുഡ് കഴിക്കാൻ പോണേ. സഹം എന്ന് പറയും അറബിയിൽ. ഏക സമ്പാദ്യമാണ് വിദേശത്ത് മസ്കറ്റ് ഒമാനിൽ ജോലി ചെയ്തിട്ട് ബാക്കി കിട്ടിയ മുതലാണ് മക്കളെ. അപ്പം ഞങ്ങൾ എന്നും പറയും പെരുന്നാളൊക്കെ വരുമ്പോൾ ഇതിൽ കഴിക്കണം ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ അറബിക് ഫുഡ് തന്നെയാണല്ലോ. അപ്പോൾ അറബിക് സ്റ്റൈലിൽ അറബിക് സഹത്തിൽ കഴിക്കാൻ പോകണ്ട. അതൊരു വെറൈറ്റി തന്നെ ആയിരിക്കും. ആരും സ്കിപ്പ് ചെയ്യേണ്ട വരും കാണാം. അപ്പോൾ ഏതായാലും ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള പരിപാടിനായി. മോനും ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ട് ഈ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് പകരമായിട്ട് നമ്മൾ വേറെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുണ്ടെങ്കിൽ ഏത് മുതൽ നോക്കി ആവി പറക്കണ ജാതി. അതെ, ചെറുതായിട്ട് നമ്മുടെ ചെമ്പ് വലിയ കട്ടിയൊന്നും ഇല്ലാത്ത ചെമ്പായതുകൊണ്ട് ചെറിയൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ എടാ കുട്ടി മുത്തുവാ കുറച്ച് മല്ലിയിലുണ്ടടാ അരിഞ്ഞ് ചേർന്നെടുത്താ കിച്ചണിൽ.
അപ്പോൾ ഈ ചിക്കൻ നമ്മളിതാ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ്. ഏയ് ആ മണം പോരാ അല്ല മുന്നോ, ആ മണം പോരാ. ഇതാ ഹൂന്ന് ആ ഉള്ള ചിക്കൻ പോയി തരാമോ അവിടെ നിന്ന് സുളുവിൽ തിന്നേന്ന്. ഓക്കെ ജസ്റ്റ് നമ്മൾ ഇതിമ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഓണിയൻ ഫ്രൈയും കാര്യങ്ങളൊന്നും നമ്മളെടുത്തില്ല. ഒരു മല്ലിയിലിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഒരു ഫുഡിൻ്റെ മെയിൻ ഇത് സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് അതിൻ്റെ അട്രാക്ഷനാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്മെല്ല്, അതും കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് വരേണ്ടത് കേട്ടോ. അങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും പറയണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നെ അത്രയും കഷ്ടപ്പെടുത്തി ഇത് ഉണ്ടാക്കിച്ചുകൊണ്ട് മക്കളെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ഗിവ് മീ എന്ത് അതിന് ബാക്കി പെട്ടെന്ന് കിട്ടുന്നില്ല. ആ പ്ലീസ് കോൾ മീ, പ്ലീസ് ഗിവ് മീ യുവർ കമൻറ്റ്. ഓക്കെ പോരാ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ കുട്ടിമോനെ ഇപ്പാനെ. പിന്നെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് മയോണൈസ് കഴിച്ച് നന്നായിട്ടുണ്ട്. ഞാൻ ഇരുത്തുന്നു ഓണാക്കിട്ടാ തിന്നോ ചോറിനോ. ഞാൻ എവിടെയൊക്കെ ഞാൻ വരുന്നോളാം. വൈഡെങ്കിൽ ആ ഇങ്ങോട്ട് അങ്ങനെ സംഭവം ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ ഈ എല്ലാ കസാലയും ഇന്ന് കാണുമോ ക്യാമറയിൽ? ഓണാക്കി വെച്ചതാ. ഇത് ആളുടെ പൊടിവലി ആവുക. അപ്പോൾ ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ ഞങ്ങൾ തിന്നാൻ പോണ മക്കളെ. ഈ കാണുന്ന അവസ്ഥ അല്ല, തിന്നുമ്പോൾ എന്താ അവസ്ഥ എനിക്കറിയില്ല. ഇവരെ കൂടി ഇന്ന വളയൊന്നും എനിക്കറിയില്ല എന്തൊക്കെ സംഭവിക്കുന്നത്. ഞാൻ തിന്നു നോക്കാം. ഉണ്ടാ എന്നാ പറയും പക്കല്ലേ? ആ തൽക്കാലം പ്ലേറ്റിൽ കിടണ. അല്ല ഇത് ഫുള്ള് ഇത് ഫുള്ള് നമ്മൾ തിന്നുവോ? ഫുള്ള് എടുത്തോളി ആ മുട്ടിമോ മോനോ എന്നാ ഇതാ എടുത്തോളി കുറേ എടുത്തോളി. ഇതാ സൂപ്പറല്ലേ മുത്തോ? ഓക്കെ ഞാനും ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സൂപ്പറാണ്. അത്ര വലിയ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഉണ്ടാക്കുമ്പോൾ അല്ലേ ഞാൻ ഉണ്ടാകുമ്പോൾ പിന്നെ സൂപ്പറല്ലേ. നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ഉണ്ടാക്കി വന്നതാ. എനിക്ക് വേണ്ട എടുത്തോ. എന്നാ ഇത് വേണോ? എടുത്തോ. ഏതാ എടുത്തോ? എടുത്തോളൂ. ഇവിടെ ഉണ്ട് പീസുകൾ നല്ല ഇന്നോളി. ഇല്ല ചേട്ടാ ഞാൻ തിന്നേറ്റെ പ്ലേറ്റ്. എന്നാൽ അമ്മ കുറച്ചാണ് എത്തിയില്ല, ഓൽക്കാണ് നീക്കി കൊടുക്കുക. ഇത് അടിയാണ് കോരട്ട മക്കളെ. അല്ല ഇപ്പൊ പറ്റൂല ടിമോനെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിക്കുകയാണ്. ബാക്കി കഴിച്ചതിന് ശേഷം വിവരങ്ങൾ പറയാം. മാളൊന്നേ പറയാണ്ട് പറഞ്ഞാൽ എന്നാൽ നമ്മൾ ഇത് ഓഫാക്കിയിട്ട് സ്വസ്ഥമായിട്ട് മറ്റേ ഭാര്യ അടിച്ച് തിന്നാൻ പോയ ക്യാമറയിൽ കാണിച്ചിട്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ പരിങ്ങി തിന്നാണ്. ചിക്കനും ചിക്കനും റൈസും അതിലേറെ ടേസ്റ്റ്, ചിക്കൻ അതിലെ ടേസ്റ്റ് എന്നാണ് കുട്ടിമോൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഞങ്ങൾ തിന്നാണ്ട് തരാം. ബാക്കിയൊക്കെ കുറച്ച് കഴിഞ്ഞ് പറയാം. ഇതുണ്ടല്ലേ എല്ലാരും ഓരോരോ പ്ലേറ്റിക്ക് മാറി. പ്രശ്നം എന്താ വെച്ചാൽ ടേബിൾ അകലം കൂടുതലായതുകൊണ്ട്
പ്ലേറ്റിക്ക് ഇത് വലിയ പ്ലേറ്റിക്ക് എത്തണില്ല. ശരിക്കും നിലത്ത് വെച്ചിട്ടുണ്ടേ. പക്ഷേ എന്താ സംസാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ മടി കൂടെ ഒഴിച്ച് ഇതാ കുല്ലും ഖലാസ് അല്ലേ? അൽഹംദുലില്ലാ. അക്കൽ കുല്ലും ഖലാസ് കുല്ലും നഫർ കോയിസ് കോയിസ് കുല്ലും എന്ന് പറഞ്ഞാൽ എൻ്റെ മടി കൂടി മീവൻ വെള്ളം ഒഴിച്ചു. വെള്ളം മാഫിസേ നല്ലൊരു മാക്സി നനച്ചില്ല. ഇനി പിന്നെ അത് അയച്ചിട്ടുണ്ടേ. മാക്സി വേറെ ഉണ്ടല്ലോ ഈ മാക്സി ആവില്ലല്ലോ. അറിയാതെ പറ്റിയാ. ഐ എം വെരി സോറി. ഇവിടെ നേരം തുടക്കും വേണല്ലോ അപ്പോൾ അതോ അതൊക്കെ തുടച്ചോണ്ട് എൻ്റെ മാക്സിയുടെ പ്രശ്നം. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ പേര് എല്ലാവരും പറഞ്ഞ അടിപൊളി എന്നാണ്. മുത്തു ഇവിടുന്ന് എണീറ്റ് പോയി. പൊന്നും അവൻ്റെ കളിയിൽ ഏർപ്പെട്ടിരുന്നു. പ്ലേറ്റ് കാണും വളമ്പിയാണ് തിന്ന് നാട് തിന്ന്. അപ്പോൾ ഏതായാലും അടിപൊളിയുടെ ഫുഡ് അല്ലേ? ഞങ്ങളെ പറയണ്ടേ. പിന്നെ വേറെന്താ വിഷയം എന്ന് വെച്ചാൽ വേറൊരു വിഷയം പറയണ്ടേ. എന്താ അറിയോ, ശരിക്കും നിങ്ങൾ വിചാരിക്കും ഇവരിപ്പോൾ എന്താ ഇടക്കിടക്ക് ഫുഡും ഉണ്ടാക്കലും പുറത്തു പോക്കും കഴിക്കലും. പിന്നെ ഇപ്പോൾ ഇത് എന്താ പറയാത്തറിയോ, വീട് എന്നും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചടപ്പാ വെച്ചിട്ട് പറയുകയാണ്. ശരിക്കും ഈ ഫുഡ് സ്പോൺസർ ചെയ്യാനാണ്. പക്ഷേ ആ സബ്സ്ക്രൈബർ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കും, പുറത്തുനിന്ന് കഴിക്കണം, എനിക്കതാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ എന്താ ഇത് വീട്ടിൽ നിന്നാക്കി അല്ലേ? അപ്പോൾ വേറെന്താ പറയല്ലേ? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി. നമ്മുടെ ഒത്തൊരുമേൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വലിയ ഞാൻ പറഞ്ഞ ഈ സാധനത്തിൽ ഫുഡ് കഴിക്കുന്നത്. ഒന്നിന്ന് കഴിച്ചാൽ അത് പ്രത്യേക ബർക്കത്താണെന്നാണ് നമ്മുടെ ഇസ്ലാമിലെ പറയുന്നത്. അത് കിട്ടും. അത് നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്ലേറ്റ് എടുത്തത്. അതെ, അതിന് കുറേ കഴിച്ചതിന് ശേഷമാണ് ഇത് നമ്മൾ ഇതിന്ന് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുകൊണ്ടും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് എല്ലാവർക്കും. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യോണ്ടിട്ടോ. നിങ്ങൾ എല്ലാവരും കൂടുതൽ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് വീഡിയോ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനാരും എന്താണ് നെഗറ്റീവ് അടിച്ചു വരരുത്. ഞങ്ങൾ മോന് വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കും. നമ്മളെ ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും മനസ്സിലുള്ള അത്ര എങ്ങനെയാലും മറ്റുള്ളവരെ മനസ്സിലുണ്ടാവില്ലല്ലോ. അതെ, അത് ഏതായാലും എല്ലാവർക്കും നാളെ അത് മാത്രമല്ല. ഇപ്പം ഈ നമ്മൾ അങ്ങനെ എടുത്ത് പറയല്ലേട്ടാ, ഈ ഫുഡ് നമ്മൾ സ്പോൺസർ ചെയ്തായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ബർക്കത്തും നൽകട്ടെ അല്ലേ? നാളെ ഒരു പുതുപുത്തൻ വീഡിയോയുമായി പുതുപുത്തൻ വിശേഷങ്ങളുമായി നാളെ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.